ലോകമേ, എൻ്റെ ഗസയുടെ കഥ ഞാനിവിടെ പറയുകയാണ്. ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിച്ച് ഭക്ഷണപ്പൊതിക്ക് വേണ്ടി കൈനീട്ടുന്ന എൻ്റെ ഗസ, ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും എന്നും മുറിവേറ്റുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗസ, ഇസ്രയേലിൻ്റെ അധിനിവേശ സാമ്രാജ്യത്വ അധികാരമുഷ്ടിക്ക് മുന്നിൽ പട്ടിണിയിലും മരണത്തിലും ധീരമായി പൊരുതുന്ന എൻ്റെ ഗസ. ഒരു മുറിവിലും മരണത്തിലും തീരുന്നതല്ല ഈ ഗസയുടെ ചരിത്രവും ധൈര്യവും. ഈ താഴ്വരയുടെ കഥയും ചരിത്രവും ഇവിടെ തുടരുകയാണ്. ചോരയുടെ മണമുള്ള ഗസ, മരണത്തിൻ്റെ മാലാഖമാർ പോലും കരയുന്ന ഗസ താഴ്വര, മരണം പെയ്തിറങ്ങുന്ന താഴ്വരകൾ, കല്ലും മണ്ണും കോൺക്രീറ്റും വെടിമരുന്നും പൊടിഞ്ഞു കലർന്ന പുകമൂടിയ മരണത്തിൻ്റെ നിശബ്ദത തളം കെട്ടിക്കിടക്കുന്ന ഗസ, സയനിസ്റ്റ് ഭരണകൂട ഭീകരതയെ മരണം കൊണ്ട് തോൽപ്പിക്കുന്ന എൻ്റെ നാട്, പിറന്ന മണ്ണിനായി പിടഞ്ഞു വീഴുന്ന പിഞ്ചോമനകൾ, കളിയും ചിരിയും കൊഞ്ചിലുമായി ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകേണ്ട പിറന്നു വീണ പിഞ്ചു പൈതങ്ങൾ, മരണത്തിലും ചിരിച്ചു കിടക്കുന്ന കുഞ്ഞു പൈതങ്ങൾ, എങ്ങും കാതടപ്പിക്കുന്ന വെടിയച്ചയും ബോംബ് വർഷവും, ചിതറിത്തെറിച്ച ശരീരങ്ങളുടെ പാതിവന്ത ശരീരങ്ങളുടെ അട്ടഹാസങ്ങളും, പട്ടിണിയിൽ വിഷം നൊട്ടിയ വയറുകളുടെ ഭക്ഷണത്തിനായുള്ള നിലവിളികളും മാത്രം ഉയർന്നു പൊങ്ങുന്ന എൻ്റെ താഴ്വര. ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഇഷ്ടികയും കോൺക്രീറ്റും കുമിഞ്ഞുകൂടുന്ന ഗസ താഴ്വര, മരണത്തിന്റെ താഴ്വര. അതാണ് ഇന്ന് എൻ്റെ ഗസ. വിഷന്നൊട്ടിയ വയറുമായി ഒരു പിടി ഭക്ഷണത്തിനായി പ്രതീക്ഷയോടെ ഓടിക്കൂടി കൈനീട്ടുന്ന കുഞ്ഞുമക്കളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട സമ്മാനിക്കുന്ന ഇസ്രയേലിന്റെ പിശാചുക്കൾ കറങ്ങുന്ന ഗസ. എങ്ങോട്ട് നോക്കിയാലും ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന തെരുവുകൾ. ഇനി ഒരിക്കലും ഒരു സമൂഹവും അവിടെ വളർന്നു വരാത്ത വിധം ബോംബിട്ട് തകർത്ത് കോൺക്രീറ്റ് കൂമ്പാരമാക്കി മാറ്റിയ തെരുവോരങ്ങൾ. മരണം പെയ്തിറങ്ങുന്ന ഈ തെരുവിൽ കുട്ടികളെന്നോ വൃദ്ധരെന്നോ സാധാരണക്കാരെന്നോ ആരോഗ്യ പ്രവർത്തകരെന്നോ മാധ്യമ പ്രവർത്തകരെന്നോ സന്നദ്ധ പ്രവർത്തകരെന്നോ സ്കൂളെന്നോ ഹോസ്പിറ്റലെന്നോ വ്യത്യാസമില്ലാതെ പരിഗണനയില്ലാതെ ബോംബ് വർഷിച്ചും വെടിവെച്ചും നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്ന ഇസ്രയേലിന്റെ പട്ടാളം. ആയുധമേന്തിയ പിശാചുക്കൾ രാപ്പകൽ കറങ്ങുന്ന ഗസ. ഒരു യുദ്ധനിയമവും പാലിക്കാതെ, ഒരു ധാർമ്മികതയും ചൂണ്ടിക്കാണിക്കാനില്ലാതെ, നീതീകരിക്കാനാവാത്ത വിധം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെയും ഐക്യരാഷ്ട്രസഭയെയും നോക്കുകുത്തിയാക്കി ഒരു നാടിനെയും സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്ത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വേട്ടയാടി കൊന്നൊടുക്കി ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയാണ് എൻ്റെ നാട്ടിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നാം ഏറെ മുന്നോട്ട് സഞ്ചരിച്ച് ഉത്തരാധുനിക ലോക സമൂഹത്തിൽ എത്തിയിട്ടും ഒരു ജനവിഭാഗത്തെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്ത് അവരുടെ പിറന്ന മണ്ണ് ജന്മനാട് പിടിച്ചടക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ്. നിശബ്ദമായി നിസ്സഹായകമായി നോക്കി നിൽക്കുന്ന ലോകമേ കാണുക. ചേതനയറ്റ പിഞ്ചു പൈതങ്ങൾ പുഞ്ചിരിയോടെ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഓർക്കുക, അന്ത്യവിജയം എന്നും അത് സത്യത്തിനും നീതിക്കും ഒപ്പമായിരുന്നു. ബോംബ് വർഷത്തിൽ തകർന്നടിയുന്ന ഈ താഴ്വരയിൽ കബറുകളും കുഞ്ഞു കബറുകളും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇന്ന് എൻ്റെ നാട് കരയുകയാണ്, ഒരിക്കൽ ചിരിക്കുന്നതിന് വേണ്ടി. ലോകമേ കാത്തിരിക്കുക, ഒരിക്കൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി ചിരിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ നഷ്ടപ്പെട്ട ഓരോ ആത്മാക്കളും അന്ന് സന്തോഷിക്കുക തന്നെ ചെയ്യും.